ആദ്യത്തെ ഒരു വർഷം വളരെ നന്നായിട്ട് പോയി. കാരണം ഒത്തിരി കൂട്ടുകാരെ കിട്ടി. പിന്നെ ഇവിടുത്തെ സാഹചര്യങ്ങളെല്ലാം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം. പിന്നെ കുരുത്തിരി പിതാവിൻ്റെ പ്രത്യേകമായിട്ടുള്ള സ്നേഹം, അതെല്ലാം കൊണ്ട് പോയി. പിന്നെ 2 വർഷം പ്രീ ഡിഗ്രി വീട്ടിൽ നിന്ന് പഠിച്ചപ്പോഴാണ് എനിക്കിത്തിരി ചാഞ്ചാട്ടമൊക്കെ ഉണ്ടായി. ഇങ്ങോട്ട് വരണോ എന്ന രീതിയിലൊക്കെ ചിന്തിച്ച് തുടങ്ങിയ ഒരു സമയമായിരുന്നു 2 വർഷം. പിന്നീട് ഇവിടെ തിരിച്ചു വന്ന് പിന്നെ ആലുവ പോകാനായിട്ടുള്ള പ്രിപ്പറേഷൻ്റെ എൻട്രൻസിൻ്റെ ഒക്കെ പരീക്ഷയുടെ കാലഘട്ടമായിരുന്നു. അപ്പോൾ ആലുവ ചെന്നപ്പോൾ അത് വേറൊരു അറ്റ്മോസ്ഫിയറാണ്. അവിടെ 100 ചില്ലാനും കുട്ടികളുണ്ടായിരുന്നു. കേരളത്തിലെ ഒട്ടുമിക്ക രൂപതയിൽ നിന്നുള്ള കുട്ടികൾ പഠിക്കുന്നൊരു സ്ഥലം. ഏകദേശം 100ഓളം കുട്ടികൾ എൻ്റെ ബാച്ചിൽ തന്നെ ഉണ്ടായിരുന്നു. അവിടെ 1-2 വർഷം ഇതുപോലെ തന്നെ വളരെ മനോഹരമായിട്ട് പോയി. പിന്നീടാണ് ഞാൻ വീണ്ടും ചിന്തിക്കാൻ തുടങ്ങിയത്, എനിക്ക് ഇതിനുള്ള ഒരു അർഹതയുണ്ടോ, അല്ലെങ്കിൽ വൈദികനാക്കാനായിട്ടുള്ള ഞാൻ എന്നോട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയപ്പോഴാണ് വീണ്ടും എന്നിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. സെമിനാരിയിൽ കണ്ടിന്യൂ ചെയ്യണോ, അല്ലെങ്കിൽ ഇത്രയും മഹനീയമായിട്ടുള്ള ഒരു കൂദാശ സ്വീകരിക്കുവാനായിട്ടുള്ള അർഹതയെക്കുറിച്ചുള്ള ചിന്തയാണ് വീണ്ടും എന്നെ വിഷമിപ്പിച്ചത്. അപ്പം അതിനുള്ള ഉത്തരം എനിക്ക് കുരുത്തിരി പിതാവിൽ തന്നെയാണ് കിട്ടുന്നത്. ഞാൻ സംശയിച്ചെങ്കിലും കുരുത്തിരി പിതാവിന് എന്നിൽ യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഒരിക്കലും ഇവിടെ അദ്ദേഹത്തിൻ്റെ കോൺസക്രേഷൻ്റെ സെലിബ്രേഷൻ അന്ന് എല്ലാ സെമിനാരിയൻസും അച്ഛന്മാരെല്ലാവരും വന്നാണ് അത് ആഘോഷിക്കുക. ഒരു രാത്രി കലാപരിപാടികളൊക്കെ നടക്കുമ്പോൾ ആരോ ഒന്ന് എന്നെ വിളിച്ചു, പിതാവ് സംസാരിക്കാൻ വിളിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഫിലോസഫി പീരീഡ് കഴിഞ്ഞു. ഇനി ഞാൻ തിയോളജിക്ക് വേണ്ടിയിട്ട് മംഗലപ്പുഴ സെമിനാരിയിലേക്ക് പോകണം അടുത്ത വർഷം. അപ്പോൾ ആ ഒരു സമയത്താണ് പിതാവ് ഇങ്ങനെ വിളിച്ച് എന്നെ അടുത്തിരുത്തിയിട്ട് പറഞ്ഞു, പഠനത്തെക്കുറിച്ചൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ആൻ്റണി ഇനി റോമിൽ പോയി പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഞാനിതിന് അർഹനാണോ എന്നുള്ളൊരു ചോദ്യവും അതിൻ്റെ ഒരു വിഷമതയിലായിരുന്നു ഞാൻ. അപ്പം ഞാൻ തിരിച്ച് പിതാവിനോട് മറുപടി പറഞ്ഞത്, പിതാവിന് എന്നെ വിശ്വാസം ഉണ്ടാവുമെന്നാണ് ചോദിച്ചത്. അപ്പോൾ പിതാവ് മറുപടി പറഞ്ഞു, എനിക്ക് ആൻ്റണീനെ വിശ്വാസമാണ്, തിയോളജി റോമിൽ പോയി പഠിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് യഥാർത്ഥത്തിൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചോദ്യങ്ങൾക്കുള്ളൊരു ഉത്തരമായിട്ട് പിതാവിൻ്റെ ആ വാക്ക് എനിക്ക് മനസ്സിലായത്. എനിക്ക് സംശയമുള്ളൂ, എൻ്റെ മേലധികാരിക്ക് എന്നെക്കുറിച്ച് യാതൊരു സംശയമില്ല എന്നുള്ളത്.